പലസ്തീൻ എന്നതിലേക്ക് പോലും എത്തിയിട്ടില്ല. എന്തായിരുന്നു നേരത്തെയുള്ള നിലപാട് എന്നത് നമുക്കറിയാം. അതിലേക്കൊക്കെ കാര്യങ്ങൾ എത്തുമോ? മാത്രമല്ല നെതന്യാഹു ഇതിൽ പങ്കെടുക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടുണ്ടോ ചർച്ചയിൽ? അതുപോലെ തന്നെ ഈ ബന്ദികളെ വിട്ടു നൽകിയതിനു ശേഷം എന്താണ് ഇസ്രായേൽ ചെയ്യാൻ പോകുന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാനിരിക്കുന്നേ ഉള്ളൂ. ഇപ്പോൾ ഏതായിരുന്നാലും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേലി പാർലമെന്റായ നെസറ്റിൽ എത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തെ MP-മാർ സ്വീകരിക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഈ ഇസ്രായേലി നെസറ്റിൽ ഇനി ട്രംപ് സംസാരിക്കാൻ പോവുകയാണ്. എന്താണ് ട്രംപ് പറയാനിരിക്കുന്നത് എന്നുള്ളതാണ് ലോകം ആകെ കാത്തു നിൽക്കുന്നത്. നേരത്തെ ഖത്തറിന് വലിയ പ്രശംസ നൽകാൻ ഡൊണാൾഡ് ട്രംപ് ഇസ്രായേൽ സന്നദ്ധമായി എന്നുള്ളത് വളരെ വലിയ ഒരു കാര്യമായി തന്നെയാണ് ലോകമെങ്ങും കാണുന്നത്. കാരണം സാധാരണ ഇസ്രായേലിൽ എത്തുന്ന ആളുകൾ അമേരിക്കൻ നേതാക്കൾ ഇസ്രായേലി നേതൃത്വത്തെ മാത്രം ആശംസിച്ചുകൊണ്ടും അതേപോലെ തന്നെ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടും കടന്നു പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണാറുള്ളത്. പക്ഷേ ഖത്തറിനെ വൻതോതിൽ പ്രശംസിക്കുന്നു. അതിൽ വലിയ ഒരു രാഷ്ട്രീയ മാനമുണ്ട്. കാരണം ആഴ്ചകൾക്ക് മുമ്പാണ് അമേരിക്കയുടെ സൗഹൃദ രാജ്യമായ ഖത്തറിലേക്ക് ഇതേ മണ്ണിൽ നിന്ന് ഇസ്രായേലിൽ നിന്ന് ആയുധങ്ങൾ പോയത്. അത്തരമൊരു സ്ഥലത്ത് ട്രംപ് വരുമ്പോൾ ഖത്തറിനെ കൂടി സമാശ്വസിപ്പിക്കുക എന്നുള്ളത് ഡൊണാൾഡ് ട്രംപിന്റെ ഒരു നയമാണ്. അതിന്റെ ഭാഗമായിട്ടാണ് വിമാനം ഇറങ്ങി ഉടനെ മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചപ്പോൾ ഇസ്രായേലിനെ കുറിച്ച് സംസാരിക്കുന്ന അതേപോലെ തന്നെ ഖത്തറിനെ കുറിച്ചും സംസാരിച്ചു. ഖത്തറാണ് ഇപ്പോഴത്തെ ഈ ഡീൽ ഉണ്ടാക്കാൻ ഏറ്റവും കൂടുതൽ സഹായിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഡൊണാൾഡ് ട്രംപ് സൂചിപ്പിച്ചു. ഇനി ഇസ്രായേലി നെസറ്റിൽ സംസാരിക്കുമ്പോൾ എന്തൊക്കെയാണ് ഡൊണാൾഡ് ട്രംപ് പറയാൻ പോകുന്നത് എന്നുള്ളത് ലോകം കാത്തിരിക്കുകയാണ്. പശ്ചിമേഷ്യയുടെ ഭാവി നിർണ്ണയിക്കാൻ പോകുന്ന നിരവധി കാര്യങ്ങളാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. ഈ ബന്ദികളുടെ മോചനത്തോടു കൂടി ഗസ ശാന്തമാകുമോ, അതല്ല കൂടുതൽ ആക്രമണങ്ങൾ നടക്കുമോ എന്ന ഒരു ഭാഗത്ത്, ഇക്കാര്യത്തിൽ ഇസ്രായേലും ഗസയും തമ്മിലുള്ള ബന്ധത്തിൽ ഇനി എന്താണ് ഡൊണാൾഡ് ട്രംപ് പറയാൻ പോകുന്നത് എന്ന മറുഭാഗത്ത്, അതേപോലെ തന്നെ 20-ലധികം വരുന്ന രാജ്യങ്ങളിൽ പങ്കെടുക്കുന്ന ഉച്ചകോടിയിൽ, കൈറോയിൽ നടക്കുന്ന ഉച്ചകോടിയിൽ എന്താണ് നടക്കാൻ പോകുന്നത്, ഇതെല്ലാം തന്നെ പശ്ചിമേഷ്യയുടെ ഭാവി നിർണ്ണയിക്കാൻ പോകുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് ലോകം ഒന്നാകെ ഇപ്പോൾ വെസ്റ്റ് ജെറുസലേമിലേക്ക്, അതേപോലെ തന്നെ ഗസയിലേക്ക്, ഒപ്പം കൈറോയിലേക്കെല്ലാം കണ്ണു നട്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇസ്രായേലി പാർലമെന്റായ നെസറ്റിൽ MP-മാരുടെ അഭിവാദ്യങ്ങൾ ഏറ്റുവാങ്ങിയിരിക്കുകയാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ട്രംപിന് സ്വാഗതം നൽകിക്കൊണ്ടുള്ള ഒരു പ്രഭാഷണം സ്വാഭാവികമായും ഇസ്രായേൽ നെസറ്റിൽ ഉണ്ടാകും. അതിനുശേഷമായിരിക്കും ഈ പാർലമെന്റിൽ ഡൊണാൾഡ് ട്രംപ് സംസാരിക്കുക എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. മാത്രവുമല്ല, ബന്ദികളുടെ ബന്ധുക്കളെ ട്രംപ് സന്ദർശിക്കുമെന്ന് പറഞ്ഞിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഇനി എത്ര സമയമായിരിക്കും അവിടെ ഉണ്ടാവുക? എപ്പോഴായിരിക്കും അവിടെ നിന്ന് ചർച്ചയ്ക്കായി തിരിക്കുക? സുഹൈൽ, ഡൊണാൾഡ് ട്രംപ് ഇപ്പോഴത്തെ നെസറ്റിലെ പ്രസംഗത്തിന് ശേഷം തൊട്ടുടനെ ആശുപത്രി സന്ദർശിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ചില ബന്ദികളെ താമസിപ്പിച്ചിട്ടുള്ള ആശുപത്രിയിലേക്ക് ആണ് ട്രംപ് എത്തുക. അതിനുവേണ്ടി ആശുപത്രിയോട് ഒരുങ്ങാൻ അറിയിച്ചിട്ടുണ്ട്. അവിടെ എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ടാകുന്നത് നമ്മൾ കാണുന്നു. ഇതിനുശേഷമായിരിക്കും ഡൊണാൾഡ് ട്രംപ് കൈറോയിലേക്ക് തിരിക്കുക. ഇപ്പോൾ കൈറോയിൽ പല പ്രമുഖരായ നേതാക്കളും എത്തിയിട്ടുണ്ട്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ അവിടെ എത്തിയിട്ടുണ്ട്. അതേപോലെ പലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസ് അവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇമ്മാനുവൽ മാക്രോണും അതേപോലെ പലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസും തമ്മിലുള്ള കൂടിക്കാഴ്ചയും ഇപ്പോൾ ഷർമുൽ ഷേഖിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതേസമയത്ത് തന്നെയാണ് ഇസ്രായേൽ നെസറ്റിൽ ഡൊണാൾഡ് ട്രംപ് സംസാരിക്കാനിരിക്കുന്നത്. ഇതിനുശേഷം ഷർമുൽ ഷേഖിലേക്ക് എത്തുമ്പോൾ അവിടേക്ക് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു കൂടി ട്രംപിന്റെ കൂടെ ഉണ്ടാകുമോ? അത് വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ നേതാക്കളെല്ലാം തന്നെ നെതന്യാഹുവുമായുള്ള അവരുടെ ശരീരഭാഷ എങ്ങനെയായിരിക്കും, എന്തായിരിക്കും പ്രതികരിക്കുന്നുണ്ടാവുക? അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി കുറ്റവാളിയായി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ച ഒരു വ്യക്തി, അദ്ദേഹം ഡൊണാൾഡ് ട്രംപിനൊപ്പം ആ വേദിയിലേക്ക് എത്തുമ്പോൾ അവിടെയുള്ള ആളുകളുടെ പ്രതികരണം എന്തായിരിക്കും? പ്രത്യേകിച്ചും ഖത്തറിലേക്ക് ഒരു യുദ്ധ വിമാനങ്ങൾ അയച്ചുകൊണ്ട് തങ്ങളുടെ സോവറിനിറ്റിക്ക് നേരെ, പരമാധികാരത്തിന് നേരെ വെല്ലുവിളി ഉയർത്തിയ ഒരു രാജ്യം, ആ രാജ്യത്തിന്റെ തലവൻ ഷർമുൽ ഷേഖിലേക്ക് എത്തുമോ? എത്തുകയാണെങ്കിൽ മറ്റു രാജ്യങ്ങളുടെ പ്രതികരണങ്ങൾ എന്താകും എന്നടക്കമുള്ള കാര്യങ്ങൾ ഏറെ പ്രധാനമാണ്. ഇപ്പോൾ 2000-ഓളം വരുന്ന പലസ്തീനി ബന്ദികൾ അവർ റിലീസാവാൻ പോകുന്ന, അവർ മോചിതരാകാൻ പോകുന്ന ഒരു കാഴ്ച, അതാണ് നമ്മൾ പലസ്തീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. പലസ്തീനിലെ റാമല്ലയിൽ ഇപ്പോൾ അതിൽപ്പെട്ട വലിയൊരു സംഘം 2-3 ബസ്സുകളിലായി എത്തിയിട്ടുണ്ട്. അവരെല്ലാവരെയും ആവേശപൂർവ്വം
ഈ പലസ്തീനികൾ സ്വീകരിക്കുന്ന പക്ഷം